ആയുസിന്റെയും ശ്വാസത്തിന്റെയും ജീവന്റെയും സൃഷ്ടിയുടെയും ഉടമസ്ഥനായ need of the dialogue with the Holy Scripture. ജീവിതയാത്രയിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ക്രിസ്തു നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, അവിടെ എത്തുമ്പോൾ ആയിക്കൊള്ളട്ടെ അവരുടെ ഈ പീഡ മരണത്തെ സംബന്ധിച്ച് പറയാം. നമ്മൾ വളരെ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടാണ്. ഒരു കഴുമരം ലോകത്തിന് മുഴുവനും മഹത്വത്തിന്റെയും രക്ഷയുടെയും കാരണമായി മാറുന്നത്. അത് എത്ര വലിയൊരു രൂപാന്തരമാണ്. ഹ്യൂജ് തോറും ദുർബലമാകുന്നതല്ല, പാകപ്പെടുന്നതാണ്. പ്രായമാകുമ്പോൾ എന്തുകൊണ്ട് വിശ്വാസം വർദ്ധിക്കുന്നു എന്തുകൊണ്ട് വരുന്ന അവസ്ഥ. നമ്മൾ ഈ ക്രിസ്തുവിന്റെ കുരിശാരോഹണം, കുരിശ് മരണം, അതുപോലെ ഈ നമ്മൾ ആയിക്കൊള്ളട്ടെ അവരുടെ ഈ പീഡ മരണത്തെ സംബന്ധിച്ച് പറയാം. നമ്മൾ വളരെ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടാണ് എപ്പോഴും ആലോചിക്കുന്നത്. അവർ കഷ്ടപ്പെട്ട് പീഡ സഹിച്ചു മരിച്ചു, ലോകം മുഴുവൻ അവരെ ഗ്ലോറിഫൈ ചെയ്യുന്നു. പക്ഷെ ഇതിനകത്ത് മനുഷ്യന്റെ ക്ലേശം, കഷ്ടപ്പാട്, വേദന, സഫറിങ്സ്, അതോടൊപ്പം ഹ്യൂമിലിയേഷനും ചേർന്ന് വരുന്നതാണ്. ഒരാളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക, അതായത് ദണ്ഡവിധിക്ക് വിധേയമാക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ചുമന്നുകൊണ്ട് വന്ന് അതിൽ തറയ്ക്കപ്പെടുക എന്നാണ് ലോകം മുഴുവനും അപഹസിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ പിന്നീട് ലോകത്ത് എല്ലായിടത്തും അത് മഹത്വത്തിന്റെ കാരണമായി മാറുക. ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും വളരെ ഹീനമായിട്ടുള്ളതും മനുഷ്യർ വളരെ അറപ്പോടുകൂടി നോക്കിയിരുന്ന ഒരു കഴുമരം ലോകത്തിന് മുഴുവനും മഹത്വത്തിന്റെയും രക്ഷയുടെയും കാരണമായി മാറുക. അത് എത്ര വലിയൊരു രൂപാന്തരമാണ്. ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ. ഒരു കഴുമരം ലോകത്തിന് മുഴുവനും മഹത്വത്തിന്റെയും രക്ഷയുടെയും കാരണമായി മാറുക. അത് എത്ര വലിയൊരു രൂപാന്തരമാണ്. ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ that we see in cross and the people who lived by the cross with the cross. ഈ ഇന്നത്തെ നമ്മളുടെ വായനാ ഭാഗത്തും ഈ ഏകദേശം നമ്മുടെ പഴയ എവങ്കേലിയൻ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ പുനരുത്ഥാന പെരുന്നാളിന്റെ വൺ ഓഫ് ദ ലാസ്റ്റ് റീഡിങ്സ് ആണ് The Journey of Emmaus. We see a long journey taken by the two of the disciples. അവർക്ക് മനസ്സിലായില്ല, അവർക്ക് ശരിക്കും വെളിപ്പെട്ട് കിട്ടിയില്ല. പക്ഷേ ബ്രേക്കിംഗ് ഓഫ് ദി ബ്രെഡിലാണ് അവർ ഹോസ്പിറ്റാലിറ്റി ഓഫർ ചെയ്തു, വന്നു കൂടെ ഇരുന്നു. ബ്രേക്കിംഗ് ഓഫ് ദി ബ്രെഡിലാണ് അവര് കാണുന്നത്. ഈ നമ്മുടെ ജേർണിയിൽ ഈ പറഞ്ഞ എലമെന്റ്സ് എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിലുണ്ട്. ആ ജീവിതയാത്രയിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ക്രിസ്തു നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ കർട്ടസി സഹിക്കാനുള്ള ഹോസ്പിറ്റാലിറ്റി അവർക്ക് നമ്മൾ ഓഫർ ചെയ്തു വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ട് നമുക്ക്. അത് മര്യാദയുടെ പേരിൽ ചെയ്യണം, വിശ്വാസത്തിന്റെ പേരിൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ക്രിസ്തുവിനെ ഉള്ളിൽ കൊണ്ടുപോവുക, അവിടെ വന്ന് അവനോടൊപ്പമായിരിക്കുന്ന അവസ്ഥയിലാണ് തിരിച്ചറിവുണ്ടായി. തിരിച്ചറിവിൽ കഴിഞ്ഞിട്ട് പിന്നെ അവനെ കാണുന്നില്ല. ഇത് കുറെ അധികം സമയം എടുക്കും ജീവിതത്തിന്റെ യാത്രയിൽ. നമുക്ക് പലപ്പോഴും അവിടുന്ന് നമുക്ക് ആരാണ്, അവിടുന്ന് നൽകിയത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ വേണ്ടി അത് ജീവിതത്തിന്റെ യാത്രയുടെ ദീർഘദൂരം ചിലപ്പോൾ യാത്ര ചെയ്യുന്നത് വരും. നമ്മൾ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ വിശ്വാസത്തിന്റെ പാതയിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള അനുഭവങ്ങളുടെയും മനസ്സിലാക്കലുടെയും വ്യത്യാസം. അത് പ്രായമാകും തോറും ദുർബലമാകുന്നതല്ല, പാകപ്പെടുന്നതാണ്. പ്രായമാകുമ്പോൾ എന്തുകൊണ്ട് വിശ്വാസം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ദുർബലമാകുന്നതല്ല, ദൗർബല്യമല്ല, മറിച്ച് നമ്മുടെ യാത്രയിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഒരു പരിപാകതയാണ്, പാകപ്പെടലാണ്. അത് പലപ്പോഴും അടുത്തൊരു തലമുറയോട് ആ സമയത്ത് നമുക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് മനസ്സിലായി എന്ന് വരികയില്ല. നമ്മുടെ കഷ്ടപ്പാടുകളെ സംബന്ധിച്ചോ ദുരിതങ്ങളെ സംബന്ധിച്ചോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ക്രിസ്തു നമ്മളോടൊപ്പമുണ്ട്. ആ യാത്രയുടെ അർത്ഥം യാത്രാ സമയത്ത് നമുക്ക് മനസ്സിലാവുകയില്ല, ക്ലേശപൂർണമായിരിക്കും യാത്ര. പക്ഷെ പുനരുത്ഥാനം എന്ന് പറയുന്ന വലിയൊരു യാഥാർത്ഥ്യം, സത്യം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയും ഈ പരിശുദ്ധരുടെയും
രക്തസാക്ഷികളുടെയും മരണത്തിന് വായിക്കുന്ന വേദഭാഗങ്ങൾ വളരെ ശ്രദ്ധേയങ്ങളാണ്. മനുഷ്യന്റെ കഷ്ടപ്പാടുകളെ സംബന്ധിച്ച് പറയുകയും ഫൈനൽ ഗ്ലോറിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയും ചെയ്ത ഭാഗമാണ്. അതൊരു മിത്ത് പോലെ നമുക്ക് തോന്നാം, പക്ഷെ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ജീവിതത്തിലെ സാധാരണ ഒരു ദർശനം കൊണ്ട് നമുക്കത് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. അതായത് കർത്താവ് പറയുന്നത്, എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ കുരിശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്നാണ് പറയുന്നത്. നമുക്ക് ദൈവം ആരാണ്, ക്രിസ്തു ആരാണ് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. അതായത് നമ്മുടെ ജീവിതം നമ്മൾ കാണുന്നു, ജീവിതത്തെ കുറിച്ച് ജീവിതയാത്ര നടത്തുന്നു. അവിടെ നമ്മുടെ ചില കാര്യങ്ങൾ സാധിച്ചു കഴിയുന്ന ഒരു കൗണ്ടറിന് അപ്പുറത്തിരിക്കുന്ന ഒരു കസ്റ്റമർ കെയർ എന്നുള്ളതിന് അപ്പുറത്തായിട്ട് ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് അപ്പുറത്തേക്ക് നമുക്ക് എന്തൊക്കെയോ സഹായം ചെയ്തു തരുന്ന ഒരു സേവനം എന്നുള്ളതിന് അപ്പുറത്തായിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ സൗഖ്യം, നമ്മുടെ മക്കൾക്ക് പരീക്ഷകളിൽ വിജയം, നമ്മൾക്ക് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, നമ്മൾക്ക് ജീവിത വിജയം എന്ന് നമ്മൾ കരുതുന്ന സംഗതികൾക്കുള്ള നമ്മുടെ വിജയം, ഇതിനപ്പുറത്തായിട്ട് ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുന്നു. ആയുസിന്റെയും ശ്വാസത്തിന്റെയും ജീവന്റെയും സൃഷ്ടിയുടെയും ഉടമസ്ഥനായ ദൈവം, അവന്റെ പിന്നാലെ പോകുവാൻ, നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ വിളിക്കപ്പെട്ട ഒരു ജീവിത ലക്ഷ്യം, അതിലൂടെ നമ്മൾ ദൈവത്തെ നോക്കിക്കാണുവാൻ സാധ്യമായാൽ ജീവിതത്തിന്റെ സ്വഭാവം മാറും, ജീവിതത്തിന്റെ കാഴ്ചപ്പാട് മാറും, ജീവിതത്തിന്റെ ആവശ്യങ്ങൾ മാറും. ഇത് എല്ലാവരും ഇതിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ ചിലർ മാത്രം ഒരു പക്ഷേ വളരെ തീവ്രമായ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കും. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇതിലേക്ക്, അതവരുടെ വിളി തന്നെയാണ്, റാഡിക്കൽ ഡിസൈപ്പിൾഷിപ്പ്. അതല്ല ഉപേക്ഷിച്ച് അതിന്റെ പിന്നാലെ നിൽക്കും. നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷേ അത് സാധ്യമായി വന്നു എന്ന് വരികയില്ല. പക്ഷെ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട മേഖലകളിൽ അവനെ പിന്തുടരുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പം കസ്റ്റമർ കെയറിന് അപ്പുറത്തായിട്ടുള്ള ദൈവത്തെ നമുക്ക് കാണാൻ വളരെ വ്യത്യസ്തമാണ്. അതൊരു ഈ MIS-ലേക്കുള്ള യാത്രയിൽ സ്ലീഹന്മാർക്ക് രണ്ട് സ്ലീഹന്മാർക്ക് അനുഭവപ്പെട്ടതുപോലെയുള്ള ഒരു സഹയാത്രികനായി ദൈവം മാറും. അതിനുശേഷം ജീവനെ പങ്കുവെച്ചു കൊടുക്കുന്നവനാണ് ദൈവം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവും. അവിടെയാണ് നമ്മുടെ ഈ ജീവിതയാത്രയിലുള്ള ഒരു പരിപാകത നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ തിരുത്തും, നമ്മുടെ ജീവിതത്തിൽ തിരുത്തിയെങ്കിലേ മതിയാവുകയുള്ളൂ, കാഴ്ചപ്പാടുകൾ തിരുത്തും. അപ്പോൾ ദൈവത്തെ നാം എപ്രകാരം കാണുന്നു എന്നുള്ളതിന് ഉത്തരം ഇതുപോലുള്ള ജീവിതം നമ്മൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച റാഡിക്കൽ ഡിസൈപ്പിൾഷിപ്പിനെ സംബന്ധിച്ച് അത് പലപ്പോഴും നമുക്ക് ഇതുപോലെയുള്ള വിശുദ്ധരായി നമ്മൾ പൊതുവിൽ സഭയോ വിശ്വാസ സമൂഹമോ ഭക്ത സമൂഹമോ ഒക്കെ തിരിച്ചറിയുന്ന കുറെ അധികം പേരുണ്ടാവും. അവരുടെ പെരുന്നാളുകൾ നമ്മൾ ആചരിക്കും. അത് ആഘോഷങ്ങളായി നമ്മുടെ സാംസ്കാരിക മേഖലകളിലൊക്കെ നമ്മൾ അവരുടെ സാന്നിധ്യം, അവരുടെ പെരുന്നാൾ ആചരണത്തെ നമ്മൾ നടത്തുകയും നിർവഹിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ നമ്മളുടെ ഇടയിൽ ഇത്തരത്തിൽ ജീവിച്ചവരും, അത് ഒരു നല്ല ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, നമ്മളുടെ വല്യപ്പന്മാരോ വല്യമ്മമാരോ നമ്മുടെ കൂടെ ജീവിച്ചവരും, അവരാരും രക്തം ചൊരിഞ്ഞ് രക്തസാക്ഷിത്വം വഹിച്ചവരായിരിക്കുകയില്ല. പക്ഷേ അവരുടെ ഇഷ്ടങ്ങളെ, അവരുടെ ജീവിതത്തിന്റെ മുൻഗണനകളെ മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ജീവിച്ചവരുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചവരുണ്ട്. അത് ഈ രക്തസാക്ഷിത്വത്തിന്റെ തുടർച്ച തന്നെയാണ്. പക്ഷേ ചിലപ്പോഴെല്ലാം നമ്മൾ മറന്നു പോകുന്നു. കാരണം നാം നമ്മിലേക്ക് മാത്രം നോക്കി ജീവിക്കുന്നവരാണ്. അതൊരു തെറ്റാണെന്നല്ല, പക്ഷേ ഈ ഓർമ്മ, നമ്മൾ ഒരു ഓർമ്മ നിർവഹിക്കുമ്പോൾ നമ്മളെ ആ ഓർമ്മയുടെ ശുശ്രൂഷ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. അത് നമ്മളെ ഇതുവരെ കൊണ്ടെത്തിച്ച ദൈവം, ഇതുവരെ തലമുറകളിലൂടെ നമുക്ക് നൽകിയ, നമ്മളെ പരിരക്ഷിച്ച വിശ്വാസം, നമ്മൾക്ക് വേണ്ടി അധ്വാനിച്ചവർ, നമ്മൾ കണ്ടും കാണാതെയും ഇരുന്നവർ, ജീവിതത്തെക്കുറിച്ച്, സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇരുന്നവർ, ഇങ്ങനെ ധാരാളം പേർ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അവരെയെല്ലാം നമുക്ക് നന്ദിപൂർവ്വം സ്മരിക്കാം ഈ ഓർമ്മ പെരുന്നാൾ. My dear children, the text that we have read today is the journey to Emmaus, the last chapter of Saint Luke. We see a vivid picture of the resurrected Christ, which can be, the picture can be kept closer to our life in knowing the strength of our life while Christ is with us. First of all, on the journey
they didn't understand. Their eyes were closed, their spiritual eyes were closed. They didn't recognize or they couldn't acknowledge the person who was traveling with them was Christ. And they were discussing about the scripture. In the journey of our life, the presence of the scripture, the dialogue that we should be engaging to the scripture is significant and important. It cannot be forsaken. It is certainly important wherever we are. In the journey to our university, in the journey of the job, the first job that we have received, in all of our the security, be it a security that we have hold or in the midst of the insecurities of life. It is important that we need to be keeping close to our heart the need of the dialoguing with the Holy Scripture. And unknowingly they have offered hospitality to Christ. Hospitality it should be a habitual virtue in our life. But then the moment Christ broke the bread with them, they realize it is the resurrected Christ. That is the revelation, true revelation of the resurrected Christ. So it is important that sometimes we need to be taking a long way journey in our life to understand, to comprehend the presence of Christ. So there will be times of doubts. There will be times that we will be debating on this. It doesn't really matter. But if we are holding on to our journey seriously, and if we are able to invite Christ in, we will certainly, He will be revealing us with all His majesty. ആ ഒരു യാത്ര നമുക്ക് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.